in-house expert Pradeep Chandrasekharan sir ചേരുകയാണ്. Good morning sir. Morning Anla, morning viewers. സർ, ആദ്യം തന്നെ യു എസ് വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അത് വെള്ളിയാഴ്ച ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിലായിരുന്നു ക്ലോസ് ചെയ്തെങ്കിൽ ഇന്നലെ നമുക്ക് വളരെ വ്യക്തമായിട്ടൊരു മുന്നേറ്റം യു എസ് സൂചികൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും S&P 500 നാസ്ഡാക്ക് സൂചികയും തുടർച്ചയായിട്ടുള്ളൊരു 8ാമത്തെ വീക്കാണ് ഇത്തരത്തിലൊരു പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 2024 സംബന്ധിച്ചിട്ട് ലോങ്ങസ്റ്റ് വിന്നിംഗ് സ്ട്രീക്ക് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഡൗ ജോൺസിലേക്ക് എത്തുകയാണെങ്കിലും 0.5% നേട്ടത്തിൽ 40,896.53 എന്നൊരു നിലയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്ക് 1.39% നേട്ടത്തിൽ 17,876.77 എന്നൊരു നിലയുമായിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കൻ സൂചികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ആദ്യം തന്നെ ഒരു ചെറിയ കറക്ഷൻ. അമേരിക്കൻ വിപണിയിൽ നമ്മൾ 8 ആഴ്ചകളായിട്ട് തുടർച്ചയായിട്ടുള്ള നേട്ടമല്ല കാണുന്നത്. കഴിഞ്ഞ 11 ട്രേഡിംഗ് സെഷൻസിൽ തുടർച്ചയായിട്ട് നമുക്കൊരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു റിക്കവറിയെ തുടർന്ന് ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ 2 ഇൻഡിസസിന്റെ കേസിലും ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിയിരിക്കുന്നു. സോ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 41,200, 41,400 ഈ ഒരു റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് ഫോം ചെയ്യാൻ പോകുന്നത്. ഈ ലെവൽസിൽ ഇനി നമ്മൾ അമേരിക്കൻ വിപണിയിലെ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 20,000, അതിനെ തുടർന്ന് 20,400 പോയിന്റ്. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ക്രൂഡിൽ നമുക്കൊരു ഇടിവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട ബ്രണ്ട്, അതിനോടൊപ്പം WTI ക്രൂഡിലൊക്കെ ഏകദേശം ഒരു 0.5% ഇടിവിലേക്ക് ഇപ്പോൾ വഴുതി മാറിയിരിക്കുകയാണ്. WTI ക്രൂഡ് 0.6% ഇടിവിൽ $73.22 എന്നൊരു നിലയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബ്രണ്ടിലും സമാനമായിട്ടൊരു ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.6% ഇടിവിൽ $77.18 എന്നൊരു നിലയിലാണ്. ക്രൂഡിലുള്ള നിലവിലൊരു ട്രെൻഡ് എങ്ങനെയാണ്? ക്രൂഡിൽ പ്രധാനമായിട്ടും ഇനി ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡ് ഓയിലിന്റെ കേസ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 5 സെഷൻസിൽ നമുക്ക് നഷ്ടമായിരുന്നു കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു അല്പം ഓവർസോൾഡ് റീഡിംഗ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഓവർസോൾഡ് റീഡിംഗ് നടക്കുന്ന സമയത്ത് നമുക്കൊരു നേരിയ റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. എന്തെന്നാൽ ഷോർട്ട് പൊസിഷൻസ് ഒക്കെ തന്നെ കവർ ചെയ്യപ്പെടും. സോ അങ്ങനെ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട WTI ക്രൂഡിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റിക്കവറി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവൽ $77 മുതൽ $78 റേഞ്ചിലായിരിക്കും. എനിക്ക് തോന്നുന്നില്ല $78 റെസിസ്റ്റൻസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. ഓൺ ദ ഡൗൺ സൈഡ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ $71. ഇന്നത്തെ വ്യാപാരത്തിലെ പുതിയ ട്രേഡ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. എക്സിസ്റ്റിംഗ് ഷോർട്ട് പൊസിഷൻസ് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ $76 ലെവലിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. സർ, ഒപ്പം തന്നെ ഗോൾഡിലേക്ക് എത്തുകയാണെങ്കിൽ ഗോൾഡിൽ 2,500 എന്നൊരു നില സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിലൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ് ഗോൾഡ് വിപണിയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ട്രോയ് ഓൺസിന് 2,538.15 എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഗോൾഡിലൊരു നിക്ഷേപകൻ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഇനി സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ഇന്നലെ വീണ്ടും നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ആയിരുന്നു സ്വർണത്തിൽ കാണാൻ സാധിച്ചത്. അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡിംഗിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുത്തതായിരുന്നെങ്കിൽ നമ്മൾ $2,520 ലെവലിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, ഒപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് എത്തുകയാണെങ്കിൽ തുടക്കത്തിൽ 24,600 മറികടന്നുകൊണ്ടുള്ളൊരു മുന്നേറ്റമായിരുന്നു നിഫ്റ്റി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. 24,638 എന്നൊരു നില വരെ ഉയരുന്നൊരു സ്ഥിതിയും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നമുക്കൊരു ത്രൂ ഔട്ട് ദ ഡേ ഒരു 24,500 മുതൽ ആ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. ക്ലോസിംഗ് നിലവാരം നോക്കുമ്പോൾ 24,572.65 എന്ന നിലയിൽ 31.5 പോയിന്റ്സിന്റെ മാത്രം ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി 50യുടെ അണ്ടർടോൺ വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. നിഫ്റ്റി 50 നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഓഗസ്റ്റ് 5-ാം തീയതി നമുക്കൊരു വലിയ ഗ്യാപ്പോടെ കൂടെയായിരുന്നു നിഫ്റ്റിയിൽ നമുക്കൊരു ഇടിവ് കാണാൻ സാധിച്ചത്. അതിനുശേഷമുള്ള 5-8 ട്രേഡിംഗ് സെഷൻസിൽ ഈ ഒരു റിക്കവറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ആ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇറ്റ് ഈസ് ബിറ്റ്വീൻ 24,600 ആൻഡ് 24,800. അതായത് ഈ 24,600 24,800 ഇടയ്ക്ക് ഒത്തിരി റെസിസ്റ്റൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലെ നിഫ്റ്റിയിൽ ഒരു തുടക്കത്തിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടിയെങ്കിലും പിന്നീട് ആ ഒരു മൊമെന്റം നമുക്ക് കാണാൻ സാധിക്കാതെ പോയത് അതുകൊണ്ടായിരുന്നു. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. അറ്റ് ദ മൊമെന്റ് നമുക്ക് മാർക്കറ്റിൽ വീക്ക്നെസ് ഒന്നും തന്നെ കാണുന്നില്ല. ബട്ട് ഒരു 24,800 പോയിന്റ് അടുക്കുമ്പോഴേക്കും നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി എത്തുകയാണ്. നിഫ്റ്റി ബാങ്കിലും നല്ല സമാനമായിട്ടൊരു ടോൺ തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. 0.29% ഇടിവിൽ 50,368.35 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും 50,000 എന്നൊരു മാർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ നിഫ്റ്റി ബാങ്കിനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡേ ഹൈയിലേക്ക് നോക്കുമ്പോൾ 50,728.25 എന്ന നിലയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. പിന്നീട് ഡേ ലോ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 50,283.55 എന്ന നിലയാണ്. അവിടെ നിന്ന് നേരിയ തോതിലൊരു റിക്കവറിയിൽ നിന്നാണ് നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തിരിക്കുന്നതെന്നും കാണാം. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പ്രധാനമായിട്ടും ഈ ഒരു സൂചികയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 1.5 മാസമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു കറക്ഷന്റെ ലാസ്റ്റ് ഫേസിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ 50,000 പോയിന്റിന് ഒരു പ്രസക്തിയുമില്ല. ഇറ്റ്സ് നോട്ട് എൻ ഇമ്പോർട്ടന്റ് ലെവൽ അറ്റ് ഓൾ. നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 50,850 പോയിന്റ്, 50,850. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 800 പോയിന്റിന്റെ നേട്ടം നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 49,600. എനിക്ക് തോന്നുന്നില്ല 49,600 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഇന്നലെ നമ്മൾ നിഫ്റ്റി ബാങ്കിങ് സെക്ടർ നോക്കുമ്പോഴേക്കും ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതലായ ഒരു ബാങ്കിങ് സ്റ്റോക്കിൽ പോലും നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചില്ലായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ സ്മോൾ ക്യാപ്പ് PSU ബാങ്കിങ് സ്റ്റോക്സ്, എസ്പെഷ്യലി പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, IOB മുതലായ സ്റ്റോക്സ് നോക്കുമ്പോഴേക്ക് ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് ഇന്നലെ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ആൻഡ് ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ഹെവി വെയ്റ്റ്സിലെ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 50,850 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സർ, ഒപ്പം തന്നെ FMCG സെഗ്മെന്റിൽ നിന്നുള്ള ബ്രിട്ടാനിയയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ബ്രിട്ടാനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ ഒരു ഫ്ലാറ്റ് നോട്ടിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. 5,732.5 എന്നൊരു നിലയിലാണ്. തുടർച്ചയായിട്ട് ഏകദേശം ഓഗസ്റ്റ് 7 ശേഷം തുടർച്ചയായിട്ടൊരു ഇടിവായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു ഈ ഒരു ഓഹരിയിൽ കണ്ടിരുന്നത്. ബ്രിട്ടാനിയയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? സോ ബ്രിട്ടാനിയ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇന്നത്തെ വ്യാപാരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 5,770. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 5,900 രൂപയിലാണ് കാണുന്നത്. നമ്മൾ അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ട് ഏരിയ 5,590 രൂപ. സർ, ഒപ്പം തന്നെ അദാനി ഗ്രൂപ്പിൽപ്പെട്ട അദാനി വിൽമറുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഏകദേശം 1% ഇടിഞ്ഞ് 359.8 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. അദാനി വിൽമറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പ്രധാനമായിട്ടും ഈ ഒരു ഓഹരിയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അദാനി വിൽമ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായിട്ട് തന്നെ തുടരുന്നു. ബട്ട് അറ്റ് ദിസ് മൊമെന്റ് എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അദാനി വിൽമറിന് ഒരു ചെറിയ ട്രേഡിംഗ് റേഞ്ച് ഫോം ചെയ്തിട്ടുണ്ട്. സപ്പോർട്ടായിട്ട് 350, റെസിസ്റ്റൻസ് ആയിട്ട് 370 രൂപയാണ്. 370 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 20 രൂപയുടെ കുതിപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സർ, FMCG സെഗ്മെന്റിൽ തന്നെ ഉൾപ്പെട്ട ടാറ്റ കൺസ്യൂമറുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ടാറ്റ കൺസ്യൂമറും ഇന്നലെ ഏകദേശം ഒരു 0.8% ഇടിവ് രേഖപ്പെടുത്തി 1,177.4 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം, പ്രത്യേകിച്ചും ജൂലൈ 24 ശേഷം നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ ആണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ടാറ്റ കൺസ്യൂമറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
അല്ല, നമ്മൾ ഇന്നിപ്പോൾ സംസാരിച്ചിരിക്കുന്ന 3 സ്റ്റോക്സും ആക്ച്വലി ഇറ്റ് ഇസ് ഇൻ ദ FMCG സെക്ടർ. ആൻഡ് ഈ 3 സ്റ്റോക്സിന്റെയും ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു 2-3 ആഴ്ചകൾക്ക് മുൻപ് നല്ലൊരു നേട്ടം നൽകിയതിനു ശേഷം ഈ 3 സ്റ്റോക്സിലും നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. ഈ 3 സ്റ്റോക്സിന്റെയും കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നു. ആൻഡ് നമുക്ക് തീർച്ചയായിട്ടും ഈ സ്റ്റോക്സിന്റെ ഒക്കെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ടാറ്റ കൺസ്യൂമറിന്റെ കേസിൽ നമ്മൾ പ്രത്യേകം വേറൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കേണ്ടത്, നിലവിൽ ടാറ്റ കൺസ്യൂമറിന്റെ കേസിൽ ഒരു റൈറ്റ്സ് ഇഷ്യൂ ഇസ് ഗോയിങ് ഓൺ. സോ ആ റൈറ്റ്സ് ഇഷ്യൂ പൂർത്തിയാകുന്ന സമയത്ത് നമുക്കൊരു അല്പം സെല്ലിംഗ് പ്രഷറിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ടാറ്റ കൺസ്യൂമറിന്റെ കേസിൽ മേജർ റെസിസ്റ്റൻസ് ഇപ്പൊ കാണാൻ സാധിക്കുന്ന 1205 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1225, 1240 ഇതായിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. സർ, ഏതായാലും ധാരാളം പ്രേക്ഷകർ ഇപ്പോൾ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് അജു എന്ന പ്രേക്ഷകൻ BLS ഇ സർവീസസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. IT സെഗ്മെന്റിൽപ്പെട്ട ഒരു ഓഹരിയാണ് ഇത്. കഴിഞ്ഞ ദിവസം ഓഹരി 13% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. BLS ഇ സർവീസസ് ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? BLS ഇ സർവീസസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ ഒരു ഷെയർ കഴിഞ്ഞ ജനുവരി മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോക്കിന് ഒരു ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്നത് അറൌണ്ട് 420, 421. അതിനുശേഷം തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിട്ട ഒരു സ്റ്റോക്ക് ആയിരുന്നു BLS ഇ സർവീസസ്. ആൻഡ് അറ്റ് ദ മൊമെന്റ് ഇതിന്റെ ഒരു അണ്ടർടോൺ നോക്കുമ്പോഴേക്കും ബെയറിഷ് ആയിട്ട് കാണുന്നത്. ബട്ട് ഇന്നലെ ആദ്യമായിട്ട് ഈ ലിസ്റ്റിങ്ങിന് ശേഷം ആദ്യമായിട്ട് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാനിടയായി. ആൻഡ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സ്റ്റോക്കിന്റെ ഒരു ലോവസ്റ്റ് ലെവല് കണ്ടു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ലെവൽസിൽ നമുക്കൊരു ലോങ് പൊസിഷൻ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് 200 രൂപയിലായിരിക്കണം ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 280, അതിനെ തുടർന്ന് 300, 320. സന്തോഷ് പി ചീരൻ എന്ന പ്രേക്ഷകൻ വോൾട്ടാസുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരി ഇപ്പോൾ വിൽക്കാമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 4% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. വോൾട്ടാസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വോൾട്ടാസിന്റെ കേസിൽ ദ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഹസ് ബീൻ എക്സലന്റ്. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് ഇന്നലത്തെ വ്യാപാരം നോക്കുമ്പോഴേക്കും ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലായിരുന്നു ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ ക്വാർട്ടർലി പെർഫോമൻസ് നോക്കുമ്പോഴേക്കും വളരെ മികച്ച ഒരു ക്വാർട്ടർലി പെർഫോമൻസ് ആയിരുന്നു നമുക്ക് നൽകിയത്. കണ്ടിന്യൂ ടു ഹോൾഡ് ഓൺ ടു ദ ലോങ് പൊസിഷൻ. തിപിൻ എന്ന പ്രേക്ഷകൻ MTNL-മായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 1.11% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. MTNL-ലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? MTNL-ന്റെ ഫൈനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ കമ്പനി നൽകിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും കഴിഞ്ഞ ഒരു 2-3 മാസത്തെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് നടന്നു വരുന്ന ഒരു സ്റ്റോക്കാണ് MTNL. ആൻഡ് MTNL-ന്റെ ഒരു പാറ്റേൺ നോക്കുമ്പോഴേക്കും ജൂലൈ 29 ആയിരുന്നു ഇത് നമുക്കൊരു 52 വീക്ക് ഹൈ 101 രൂപ 93 നമുക്ക് നൽകിയത്. അതിനുശേഷം കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഇതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നു വരുന്നു. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഇപ്പൊ കാണാൻ സാധിക്കുന്ന 55 രൂപയിലാണ്. സോ നമ്മളൊരു പ്യോർ സ്പെക്കുലേഷൻ ഹൈ റിസ്ക് ട്രേഡിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 65 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 65ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 to 12% നേട്ടം നമുക്ക് ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 55 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. രമേശ് എന്ന പ്രേക്ഷകൻ RBZ ജുവലേഴ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ RBZ ജുവലേഴ്സ് അണ്ടർടോൺ തിരിച്ച് വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കും ജനുവരി മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്തിട്ട് ഒരു ഓൾ ടൈം ഹൈ നമുക്ക് നൽകിയ. അതിനുശേഷം കഴിഞ്ഞ 8 മാസമായിട്ട് ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടൊരു സ്റ്റോക്കായിരുന്നു RBZ. ബട്ട് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻ നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ ഒരു അപ്പർ സർക്യൂട്ട് ബ്രേക്കറിലായിരുന്നു ഇത് ക്ലോസിംഗ് നടത്തിയത്. അതിനെ തുടർന്ന് നമുക്ക് പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ എടുക്കാൻ സാധിക്കത്തില്ല.
നിലവിൽ ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 158 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. എൽദോസ് എന്ന പ്രേക്ഷകൻ ബിർള സോഫ്റ്റുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 4% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബിർള സോഫ്റ്റിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ബിർള സോഫ്റ്റിന്റെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ 2 സെഷനായിട്ട് നമുക്കൊരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് അത് നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതാൻ സാധിക്കത്തില്ല. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ലുക്ക് അറ്റ് 660, 680, 660 മുതൽ 680 വരെ ഇറ്റ് ഇസ് എ മേജർ റെസിസ്റ്റൻസ് ഏരിയ. ആ ഒരു ലെവൽ എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. സീന KP എന്ന പ്രേക്ഷക യൂണിടെക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു കമന്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 1.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂണിടെക് ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? യൂണിടെക് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഇറ്റ് ഇസ് എ പെനി സ്റ്റോക്ക് എന്ന് പറയാൻ കാര്യം ഈ സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് പ്രൈസ് 10 രൂപയ്ക്ക് താഴെ കാണുന്നത്. സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് പാറ്റേൺ കഴിഞ്ഞ 1.5 വർഷത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഇതിൽ ഒത്തിരി ഒരു മാനിപ്പുലേഷൻ നടക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുന്നത്. അതിനെ തുടർന്ന് ഇത്തരം സ്റ്റോക്സിൽ ഒരിക്കലും ഒരു ലോങ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് പൊസിഷൻ അഡ്വൈസ് ചെയ്യില്ല. പൂർണ്ണമായിട്ടും അവോയ്ഡ് ദിസ് സ്റ്റോക്ക്. ഡാനിയൽ ജോൺ എന്ന പ്രേക്ഷകൻ കാസ്ട്രോൾ ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം ഒരു 0.5% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. കാസ്ട്രോൾ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ കാസ്ട്രോൾ ഇസ് എ ഗ്ലോബൽ കമ്പനി ആൻഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്കാണ് കാസ്ട്രോൾ ഇന്ത്യ. ഇറ്റ്സ് എ ക്യാഷ് റിച്ച് കമ്പനി, ഡെറ്റ് ഒന്നും തന്നെ ഇല്ല. ആൻഡ് ഇതിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. കഴിഞ്ഞ ഒരു 10 സെഷൻസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ അടുത്തൊരു മേജർ ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുന്നു 264 രൂപ. 264 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഓൾ ടൈം ഹൈ 280 രൂപയിലായിരിക്കും റെസിസ്റ്റൻസ്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ നിലനിർത്തുക. 238 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മധു എന്ന പ്രേക്ഷകൻ ഏഷ്യൻ പെയിന്റ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 1% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ പെയിന്റ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏഷ്യൻ പെയിന്റ്സ് ഒത്തിരി മാസങ്ങളുടെ അണ്ടർ പെർഫോമൻസിന് ശേഷം വീണ്ടും റിക്കവർ ചെയ്യുന്ന ഒരു ഫേസിലോട്ട് എത്തിയിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ ഒരാഴ്ചത്തെ ഒരു ട്രേഡിംഗ് ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. കറന്റ് ലെവൽസ് അറൌണ്ട് 380 രൂപയ്ക്ക് അടുത്ത് നമുക്ക് ലോങ് പൊസിഷൻ പുതിയതായിട്ട് എടുക്കാനും സാധിക്കുന്നുണ്ട്. 3130 അടുത്ത മേജർ റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 3240 അനൂപ് എന്ന പ്രേക്ഷകൻ ഏഞ്ചൽ വണ്ണുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 9% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഞ്ചൽ വണ്ണിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഏഞ്ചൽ വൺ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് അണ്ടർ പെർഫോമൻസ് നൽകിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു ഏഞ്ചൽ വൺ. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ബട്ട് ഇന്നലത്തെ ഒരു ഷാർപ്പ് റിക്കവറിയെ തുടർന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സ്റ്റോക്കിന്റെ ബോട്ടമിംഗ് ഔട്ട് കണ്ടു കഴിഞ്ഞു. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിലെ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1990 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 2700 മുതൽ 2900 രൂപ റേഞ്ചിലായിരിക്കും. ജിബിൻ തരകൻ എന്ന പ്രേക്ഷകൻ സുന്ദരം ഫൈനാൻസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സുന്ദരം ഫിനാൻസ് ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഈ സ്റ്റോക്കിന് 3700 രൂപയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ 2 മേജർ റെസിസ്റ്റൻസസ് ആയി ഇമീഡിയറ്റ്ലി കാണാൻ സാധിക്കുന്ന ആദ്യത്തെ 4200 അതിനെ തുടർന്ന് 4450. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല.
ജോൺ എന്ന പ്രേക്ഷകൻ ഡ്രീം ഫോക്സ് സർവീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 1.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡ്രീം ഫോക്സ് ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഡ്രീം ഫോക്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. അടുത്ത കാലത്തായിരുന്നു ഇത് ലിസ്റ്റിംഗ് നടത്തിയത്. ആൻഡ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ സ്റ്റോക്കിൽ ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഡ്രീം ഫോക്സ്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ അണ്ടർടോൺ വളരെ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി കാണുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സപ്പോർട്ടും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന അപകടമായിരിക്കും. ക്ലോസ് ദ ലോങ് പൊസിഷൻസ്. പ്രവീണ രാജ് എന്ന പ്രേക്ഷക സൊമാറ്റോയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തത്. സൊമാറ്റോയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സൊമാറ്റോയുടെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് വളരെ മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഇന്നലെ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ തന്നെ ഈ സ്റ്റോക്ക് നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം ഒത്തിരി പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടൊരു സ്റ്റോക്ക് ആയിരുന്നു സൊമാറ്റോ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും ഒരു അല്പം ഓവർ ബോട്ട് റീഡിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 255 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 280, 290 ആ ഒരു റേഞ്ചിലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ബുക്ക് യുവർ പ്രോഫിറ്റ്. ആൻഡ് കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഒന്നിലധികം പ്രേക്ഷകർ പവർ സെഗ്മെന്റിലുള്ള ഓഹരികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ക്വയറീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. റിലയൻസ് പവർ, ടാറ്റ പവർ എന്നീ ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്കാണ് പ്രധാനമായും ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? റിലയൻസ് പവറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് കഴിഞ്ഞ 2 സെഷൻസിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഫാക്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്ക് ഒരു അതിന്റെ അപ്പർ സർക്യൂട്ട് വരെ എത്തിയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. റിലയൻസ് പവറിൽ ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ഇറ്റ്. ഇതൊരു പ്യുവർ സ്പെക്കുലേറ്റീവ് പൊസിഷൻ ആയിരിക്കണം. ആൻഡ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 34-36 രൂപയ്ക്ക് ഇടയ്ക്ക്. പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ടാറ്റ പവറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്ക് നേരിടാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 442 രൂപയിലായിരിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 398 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അതിലൂടെ ഇത് തിരിച്ചു വരുന്നതിന് മുൻപ് ഈ പവർ സെഗ്മെന്റിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് ഇന്നത്തെ വ്യാപാരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 3 സെക്ടേഴ്സ്. ഒന്ന് വന്നിട്ട് റെയിൽവേ സ്റ്റോക്സ്. റെയിൽവേ സ്റ്റോക്സ് IRFC, IRCON, RVNL, റെയിൽടെൽ മുതലായ സ്റ്റോക്സിലൊക്കെ നല്ല ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അഡാനി സ്റ്റോക്സിൽ നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാങ്കിങ് ഇൻഡെക്സ് നമ്മൾ ഡെഫിനറ്റ്ലി ഇന്ന് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. ബാങ്കിങ് ഇൻഡെക്സിൽ ഇന്ന് നമുക്കൊരു മൂവ്മെന്റ്, അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ലോ റിസ്ക് ആയിട്ട് മേജർ ഹെവി വെയ്റ്റ്സ് ആയ HDFC ബാങ്ക്, ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതലായ ബാങ്കിങ് സ്റ്റോക്സിലൊക്കെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ കേരള ബേസ്ഡ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്, അതായത് ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് ലിസ്റ്റിങ്ങിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ട ഒരു സ്റ്റോക്ക് ആയിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നത് ഈ സബ് സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ ബോട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 52 രൂപ 50 പൈസ. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. സർ, ഏതായാലും നമ്മളുടെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്.